നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ആതിരപ്പള്ളി വാട്ടർഫാൾ ഏത് നദിയിലാണ്? ആതിരപ്പള്ളി, വാഴച്ചാൽ എന്നിവ തൃശൂർ ജില്ലയിലാണ്. അത് ചാലക്കുടി പുഴയിലാണ്. രണ്ടാമത്തെ ചോദ്യം കറന്റ് അഫയർ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഈ 2018 ചോദ്യമായതുകൊണ്ട് തന്നെ കളഞ്ഞേക്കാം. 2022 വരെയുള്ള കാര്യങ്ങൾ, 2020, 21, 22 പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ വേൾഡ് എൻവിയോൺമെന്റൽ ഡേയുടെ തീം എന്താണ്? 2018 ജൂൺ 5-നാണ് എൻവിയോൺമെന്റ് ഡേ ആഘോഷിക്കുന്നത് നമുക്കറിയാം. 2018 തീം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതായിരുന്നു. പക്ഷേ അതേ തീമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് 2023, അതായത് വരാൻ പോകുന്ന വർഷം 2023 സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് വരുന്നത്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നതാണ് സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2021 എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ ആയിരുന്നു. 2022 ഓൺലി വൺ എർത്ത് എന്ന് പറയുന്ന തീമായിരുന്നു. ഇതിന്റെ ഹോസ്റ്റ് നേഷൻസിനെയും കൂടെ ആലോചിച്ച് വെച്ചേക്കുക. 2022 സ്വീഡൻ ആയിരുന്നു, 2021 പാകിസ്ഥാനും, 2023 കോട്ട് ഡി ഐവറി, അതായത് ഐവറി കോസ്റ്റുമാണ്. ഈ പേരുകളൊന്നും ആലോചിച്ച് വെച്ചേക്കുക. ഈ പദ്ധതി UNEP-യുടെ കീഴിലാണ്, യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാമിന്റെ കീഴിലാണ് 1973 മുതൽ ആഘോഷിച്ചു വരുന്നു. അടുത്ത ചോദ്യം, നാഷണൽ സെന്റർ ഫോർ അന്റാർട്ടിക് ആൻഡ് ഓഷൻ റിസർച്ച്. അന്റാർട്ടിക് ആൻഡ് ഓഷൻ റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് ഗോവയിലാണ്, വാസ്കോഡ ഗാമ എന്ന് പറയുന്ന സ്ഥലത്താണ്. വാസ്കോഡ ഗാമ, ഗോവ. അതേസമയം ഇതിന്റെ പഴയ പേരാണ് ഇത്, നാഷണൽ സെന്റർ ഫോർ അന്റാർട്ടിക് ആൻഡ് ഓഷൻ റിസർച്ച്. അതിന്റെ പുതിയ പേര് അന്റാർട്ടിക് മാറ്റി പോളാർ ആൻഡ് ഓഷൻ റിസർച്ച് എന്നുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. NCPOR. ഓക്കെ, അപ്പോ ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഒന്ന് ചർച്ച ചെയ്യുന്നത്. തൊട്ടടുത്ത ദിവസം പുതിയൊരു ഭാഗവുമായി കാണാം.